السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم. صدق الله مولانا العلي العظيم. വളരെ സമാദരണീയരായ ഈ മഹത്തായ സംവിധാനത്തിൻ്റെയും വേദിയുടെയും എല്ലാം പ്രൗഢമായ മുഖം സയ്യിദ് മൂസൽ കാളിം തങ്ങളവറുകൾ, ഇവിടെ സന്നിഹിതരായ സയ്യിദ് മുബശ്ശിർ ജമൽ ലൈലി തങ്ങൾ, സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇതിൻ്റെ വളരെ പ്രധാനിയായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ദാരിമി, മുതുപറമ്പ് അബൂബക്കർ ഫൈസി ഉസ്താദ്, ഈ മഹത്തായ സ്ഥാപനത്തിലെ വളരെ പ്രഗത്ഭരായ വളരെ ബഹുമാന്യരായ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, ഈ സദസ്സിലുള്ള ഉസ്താദുമാരെ, സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ ചുരുക്കം വർഷങ്ങൾക്കകം ഏറ്റവും യശസ്സും പേരും ആർജിച്ചു എന്നൊരു പക്ഷേ പറയാൻ കഴിയുന്ന, ആർജിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായൊരു പഠന പ്രബോധന പ്രസ്ഥാനം തന്നെയാണ് ജലാലിയ എന്ന് നമുക്ക് ഹംദലില്ലാഹ് പറയാൻ സാധിക്കുകയാണ്. നേരത്തെ ഇവിടെ OP സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം സാർത്ഥകമാവുന്ന നിലയിൽ അനുദിനം അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ഉത്തരോത്തരം അള്ളാഹു ഇതിന് പുരോഗതി, അഭിവൃദ്ധി പ്രദാനിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എത്ര പറഞ്ഞാലും ചർച്ച ചെയ്താലും പിന്നെയും അക്ഷയഖനികൾ ബാക്കിയാവുന്ന അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ നമുക്ക് പ്രാർത്ഥനയാണ്. ഖുർആൻ നമുക്ക് പ്രമാണവും പ്രതിബദ്ധതയും നമ്മുടെ പ്രണയവും നമ്മുടെ പാതയും നമ്മുടെ സർവ്വതുമാണ്. ആദ്യം നമുക്ക് ഖുർആനെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകണം. അപരന്മാരെയും വിമർശകരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റല്ല ഇരിത്താക്കെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം സമൂഹം, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അകത്തുള്ള നമുക്ക് എത്രത്തോളം ഈ വിശുദ്ധ ഖുർആൻ്റെ സത്യസന്ധതയെക്കുറിച്ചും അതിൻ്റെ തികവിനെക്കുറിച്ചും സമഗ്രതയെക്കുറിച്ചുമെല്ലാം ബോധ്യമുണ്ടാകുന്നു, നാം പഠിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഇതിൻ്റെ വിമർശകരെയും ഇതിൻ്റെ എതിരാളികളെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഖുർആൻ പഠനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമുക്ക് ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും സമീപനങ്ങളിലുമെല്ലാം ഖുർആൻ്റെ പ്രകാശം പ്രതിഫലിക്കും. ആ പ്രതിഫലിക്കുന്ന പ്രകാശമാണ് വാസ്തവത്തിൽ ഖുർആൻ പ്രബോധനം എന്ന് പറയുന്നത്.
അല്ലാതെ ഖുർആൻ ഖുർആൻ എന്ന് നിരന്തരം ഉരുവിടലല്ല. എന്ന് മാത്രമല്ല, പരിശുദ്ധ വഹ്യ് അവതീർണമാകുവാൻ മക്ക തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഹിക്മത്തുകൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതിലെ ഒരു കാര്യം, മക്കയുടെ വെളിയിലാണ് ഈ ഖുർആൻ അവതീർണമാവുന്നതെങ്കിൽ തുടങ്ങുന്നതെങ്കിൽ സാധ്യമാകാത്ത വലിയൊരു സ്വസ്ഥമായ സാഹചര്യം മക്കയിൽ സാധ്യമാകുന്നത് കൊണ്ടാണ് എന്നാണ്. അതായത് മക്ക അറേബ്യയിലാണ്, ഹിജാസിലാണ്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അവിടെ അന്ന് ഇഞ്ചീലിൻ്റെ ആധിപത്യവും തൗറാത്തിൻ്റെ ആധിപത്യവും ഒക്കെയാണ്. അതിൻ്റെ സമീപത്തേക്ക് പുറത്തേക്ക് പോയാൽ ഗ്രീക്ക് ഗ്രന്ഥങ്ങളുടെ ആധിപത്യമുള്ള കാലമാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ പേർഷ്യൻ സാമ്രാജ്യവും കഴിഞ്ഞ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നാൽ ഇവിടെ ആചാര്യ മതങ്ങളാണ്. സ്വാഭാവികമായി ആ പ്രദേശങ്ങളിലൊക്കെ ഖുർആൻ ആരംഭിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംവാദങ്ങൾ നടത്താനും ഖണ്ഡന മണ്ഡനങ്ങൾ നടത്താനും മാത്രമേ നേരമുണ്ടാകുമായിരുന്നുള്ളൂ. കാരണം അവിടെ നിലനിൽക്കുന്ന, അവർ ബഹുമാനിക്കുന്ന വേദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് വേണം ഖുർആൻ സ്ഥാപിതമായി തുടങ്ങി വരാൻ. എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. അതേസമയം പരമാവധി തർക്കങ്ങളിൽ നിന്നും പരമാവധി അനാവശ്യമായ സംവാദങ്ങളിൽ നിന്നും പ്രയോജനകരമല്ലാത്ത ഖണ്ഡന മണ്ഡനങ്ങളിൽ നിന്നും മുക്തമായി ഖുർആൻ ഖുർആനായി സ്വച്ഛന്ത സുന്ദരമായി കൊണ്ടുപോകുവാൻ കഴിയുന്നൊരു സാമൂഹിക സാഹചര്യം അത് അറേബ്യയിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം പറയുന്നത്. അവിടെ ഇഞ്ചീലില്ല, അവിടെ തൗറാത്തില്ല, അവിടെ അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോയുടെയും ഗാലൻ്റെയും തത്വശാസ്ത്രങ്ങളില്ല, അവിടെ മനുസ്മൃതി നിലനിൽക്കുന്നില്ല, അവിടെ ആചാര്യ മതങ്ങളില്ല. അറബികൾ അങ്ങേയറ്റം ഓർമ്മശക്തിയുള്ളവരും ബുദ്ധിശക്തിയുള്ളവരും ഭാവനാവിലാസമുള്ളവരുമായ ആവിഷ്കാര ഭംഗിയിൽ, സാഹിത്യ ഗമന കൗമുദിയിൽ വിൽപ്പുത്തിയുള്ള ആളുകളായിരുന്നു. അപ്പൊ സ്വാഭാവികമായി വിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു വചന സമാഹാരത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ കഴിയുന്ന ദിഷണാശക്തിയുള്ള അറബികളിലേക്കാണ് ഖുർആൻ ഇറങ്ങേണ്ടത്. മാത്രവുമല്ല, അത് അനാവശ്യമായി തർക്കങ്ങൾക്ക് ഇടയാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതിൻ്റെ താല്പര്യം, എപ്പോഴും ഒരു തർക്കമുഖത്ത് പ്രതിഷ്ഠിക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. അങ്ങനെ നമ്മളാരും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ആരാണ് ചെയ്യുന്നത് എന്ന ആലോചനയാണ് ഞാൻ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു അഴകുണ്ട്, ഇതിനൊരു ഭംഗിയുണ്ട്. ഇനിയും ഇതിനെ വിലയിരുത്തുന്നവർക്ക് ഇത് ഗദ്യമാണോ പദ്യമാണോ, ഇത് സാഹിത്യ ഗ്രന്ഥമാണോ ശാസ്ത്ര ഗ്രന്ഥമാണോ, ചരിത്ര ഗ്രന്ഥമാണോ രാഷ്ട്രമീമാംസയാണോ തത്വമസിയാണോ, എല്ലാമാണെന്ന് പറയുമ്പോഴും എന്തോ അതിനേക്കാൾ കൂടുതലുമാണ് എന്ന് പറയേണ്ടി വരികയാണ്. നവരത്ന ശോഭ എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ ഭാഷയിൽ. ഒരു രത്ന സ്ഫടികക്കട്ടയുടെ ഓരോ മുഖങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും സ്ഫടികത്തിന് ഓരോരോ നിറങ്ങളാണ്. ജൂഹുൽ ബന്ദി എന്ന് പറയുന്ന പോലെ 1000 പാട്ടുകളുടെ ശബ്ദം എന്നതുപോലെ ഖുർആന്റെ ശബ്ദം ഓരോരുത്തര് പാരായണം ചെയ്യുമ്പോഴും ഇങ്ങനെയും ഇതിനെ പാരായണം ചെയ്യാം, ഇങ്ങനെയും ഒരു ശ്രവണ ഭംഗി ഇതിനുണ്ട് എന്ന് ഓത്ത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്. ഇനി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ 9 ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ 9 വർണ്ണങ്ങൾ എന്ന പോലെ ഒരു സാഹിത്യകാരന് മറിച്ച് നോക്കുമ്പോൾ അതിൽ ലൈഫുണ്ട്, അതിൽ ലവ് ഉണ്ട്, അതിൽ ഡെത്ത് ഉണ്ട്. ഇത് 3 ലോക സാഹിത്യങ്ങൾ. സാഹിത്യത്തിൽ വലിയ വിൽപ്പത്തിയുള്ള ഒരാൾ വിശുദ്ധ ഖുർആൻ മറിച്ചു പോവുകയാണ്, പഠിച്ചു പോവുകയാണ്. സൂറത്ത് യൂസുഫിലെത്തിയാൽ ആ മനുഷ്യനെ ആ അധ്യായം ഹഠാതാകർഷിക്കും. അതിൽ പറയുന്ന സാഹിത്യങ്ങൾ, അതിൽ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ, ജീവിതം, പ്രണയം, യുദ്ധം അല്ലെങ്കിൽ മരണം, ഇത് 3 വിശുദ്ധ ഖുർആനിലെ ഒട്ടനേകം അധ്യായങ്ങളിൽ എന്നതുപോലെ സൂറത്ത് യൂസുഫിലും
അതിലൊരാൾ ശാസ്ത്രീയ പഠനം നടത്തുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ആകർഷിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗത്തുള്ള ഒട്ടനേകം ജുസ്ഉകൾ, അതിനിടയിൽ ഒരുപാട് തവണകളിലായി പരന്നു കിടക്കുന്ന, പടർന്നു കിടക്കുന്ന, ചെതറിക്കിടക്കുന്ന വ്യത്യസ്തമായ ശാസ്ത്രശാഖകളിലേക്കുള്ള സൂചനകൾ അതിൽ കാണുവാൻ കഴിയും. ചരിത്ര കുതുകിയായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിൽ അസ്ഹാബുർ റസ്സുണ്ട്, തുബ്ബഴുണ്ട്, അതിൽ ഹാരപ്പ മോഹൻജദാരോ സംസ്കാരമുണ്ട്, അതിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരമുണ്ട്, അതിൽ ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്, അതിൽ ബാബിലോണിയൻ സംസ്കാരമുണ്ട്. ലോകത്തെ സംസ്കാരങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചെടുക്കാൻ ആവശ്യമായ സൂചനകൾ ആർജിക്കുവാനോ വിശുദ്ധ ഖുർആനിൽ സാധിക്കുകയാണ്. ഓരോന്നിലേക്ക് നോക്കിയാലും ഇതൊരു സാധാരണക്കാരനാണ്, സാഹിത്യകാരനല്ല, ശാസ്ത്രകാരനല്ല, വലിയ കലാബോധമുള്ള ആളല്ല. ഒരു കേവലം സാധാരണക്കാരനാണെങ്കിൽ സ്വസ്ഥമായി ശാന്തമായി കേട്ടുപോകുവാൻ കഴിയുന്ന ശ്രവണ ഭംഗിയുള്ള സൂക്തങ്ങൾ, സ്വരഭംഗിയുള്ള ഒരാൾ ഓതുന്നത് കേട്ടാൽ എന്ത് മനോഹരമായ, ഏത് സംഗീതത്തെയും മറികടക്കുന്ന രീതിയിലുള്ള ആലാപന ഭംഗിക്ക് സാധിക്കുന്ന കോർവയാണ്, പദവിന്യാസമാണ് വിശുദ്ധ ഖുർആന്റെ പദവിന്യാസവും വിശുദ്ധ ഖുർആന്റെ കോർവയും. ഞാനിത് വെറുതെ പറയുന്നതല്ല. ലോകത്ത് വലിയ വലിയ പോപ്പ് മ്യൂസീഷ്യന്മാർ അവരുടെ സംഗീതം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ട് 24 മണിക്കൂറിനകം അവരെ കേൾക്കുകയും അവരെ കാണുകയും ചെയ്യുന്ന വ്യൂവേഴ്സ് അത് എത്രത്തോളം, ഒരു പക്ഷേ ലക്ഷങ്ങളോ മില്യണുകളോ വരികയാണെങ്കിൽ, ലോകത്ത് ഖുർആൻ ഇതേപോലെ ലോക പാരായകന്മാർ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ട് നേരത്തോട് നേരമാകുമ്പോൾ നമ്മൾ ചെന്ന് നോക്കിയാൽ ഈ ലോകത്തെ വലിയ സെലിബ്രിറ്റി പാട്ടുകാരെ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നോക്കൂ, ഒരേ ഫാത്തിഹ, ഒരേ അധ്യായങ്ങൾ. എൻ്റെ ചെറിയൊരു പ്രബോധനാനുഭവത്തിൽ എന്നോട് ഒരു അമുസ്ലിം ഒരു ചോദ്യം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ചിരിക്കുന്ന മനുഷ്യൻ വായിച്ചിട്ടുണ്ടോ? പോളോ കൊയ്ലയുടെ കൃതി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ എംടിയുടെ കൃതികൾ വായിച്ചിട്ടുണ്ടോ? കുറെ കൃതികളുടെ പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കൃതികളിലൊക്കെയുള്ള അവര് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് വാർ ആൻഡ് പീസ്, ലിയോ ടോൾസ്റ്റോയ് വായിച്ചിട്ടില്ല ഞാൻ. പക്ഷേ ഈ കൃതികളൊക്കെ ചോദിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, ഈ കൃതികളിലൊന്നും പറയാത്തതെന്ത് നിങ്ങളുടെ ഖുർആനിലുള്ളത്? സ്വാഭാവികമായ സമൂഹത്തിന്റെ ഒരു സംശയമാണ്. ഞാനും ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ ഈ കൂട്ടത്തിൽ നിന്ന് പറ. അവർ 2-3 നോവൽ, അതിൻ്റെ ഇടയിൽ കൺഫ്യൂസ്ഡ് ആയി. ഇതാവാം അതാവാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഇഷ്ടപ്പെട്ട ഒരു നോവൽ, ഇഷ്ടപ്പെട്ടതെന്തോ കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് വായിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നതിന്റെ പേരുകൾ. പക്ഷേ അദ്ദേഹം പേര് പറഞ്ഞു. ഞാൻ ആ ചർച്ചയുടെ ഒരു നാടകീയമായ അതിനെ ഇവിടെ വിശദീകരിക്കുകയല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും കൂടുതൽ കേട്ട പാട്ട് എത്ര തവണ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും? നമ്മൾ നമ്മുടെ അനുഭവത്തിലേക്ക് ആലോചിച്ച് നോക്കൂ. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ കളി ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ഗോൾ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ നാടകം ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ കവിത ഇഷ്ടമാണ്. ഈ ഇഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് ചേർത്ത് നോക്കൂ. നമ്മൾ ഒരേ പാട്ട് എത്ര തവണ കേൾക്കാറുണ്ട്? 2, 3, 4 തവണ കേട്ടാൽ മടുപ്പ് വരില്ലേ? കാത് പുറന്തള്ളില്ലേ ആ പാട്ടിനെ? ഇഷ്ടപ്പെട്ടൊരു 5 മിനിറ്റ് വീഡിയോ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കായിക താരമാണ്, അദ്ദേഹത്തിന്റെ കരവിരുതും കാൽവിരുതും 2, 3, 4, 5, 6 തവണ ഏറി വന്നാൽ കൂട്ടിക്കോ, ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞാൽ ഏറി വന്നാൽ ഒരു 50, 100 തവണയെങ്കിലും ഒരു പക്ഷെ കാണാനോ കേൾക്കാനോ പറ്റും. പക്ഷേ നോക്കൂ, നമ്മൾ വീണ്ടും കേൾക്കുകയാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയിൽ അവിടെ സൂക്തങ്ങൾ കൂടുന്നില്ല, ഒരധ്യായത്തിലും സൂക്തങ്ങൾ കൂടുന്നില്ല. പക്ഷേ ഒരേ ഫാത്തിഹ 1000 തവണയല്ല, 10,000 തവണയല്ല, ഉമ്മത്ത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ലോകം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് മടുപ്പുള്ളത്? സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എവിടെയാണ് മടുപ്പുള്ളത്? പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എവിടെയാണ് മടുപ്പുള്ളത്? കേവലം നിങ്ങളുടെ കാതിനും കണ്ണിനും ഉളവാക്കുന്ന
ഖുർആനേതരമായ സാഹിത്യ സൃഷ്ടികളുടെ മടുപ്പില്ല എന്നുള്ളതെങ്കിലും തത്വത്തിൽ നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോഴെങ്കിലും നിങ്ങൾക്ക് സമ്മതിച്ചൂടെ? അതല്ലേ അതിൻ്റെ ഒരു വാസ്തവം എന്നുള്ളത് അദ്ദേഹവും സമ്മതിക്കുകയുണ്ടായി. ആ സമ്മതമല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ തന്നെ സ്വയം ആലോചിച്ചാൽ ഖുർആന്റെ കാര്യത്തിൽ അത്ഭുതം കൂറും. വിശുദ്ധ ഖുർആനിന്റെ പോസിറ്റീവായ, വിശുദ്ധ ഖുർആനിന്റെ നിർമ്മാണാത്മകമായ, വിശുദ്ധ ഖുർആനിന്റെ സക്രിയമായ, വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ നൂറായിരം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, നമുക്ക് ആലോചിക്കാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നിരന്തരം ഇവിടെയുള്ള യുക്തിവാദികൾ, ഇവിടെയുള്ള ഇസ്ലാം വിമർശകന്മാർ, ഇവിടെയുള്ള സ്വതന്ത്ര ചിന്തകന്മാരായ ആളുകൾ, അവർക്കൊരു താല്പര്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആനിനെ എപ്പോഴും തർക്കങ്ങളുടെ തറയിൽ പ്രതിഷ്ഠിക്കണം. ഈ ഖുർആൻ ഒരു തർക്ക ഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കണം. ഇതൊരു പ്രമാദമായ സാഹിത്യമാണ് എന്ന് വരുത്തി തീർക്കണം. എവിടെ ഖുർആൻ ഉണ്ടോ അവിടെ തർക്കങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഖുർആൻ തർക്കങ്ങൾ ഇല്ലാതാക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബുൻ മുബീൻ, മുബീനായ ഗ്രന്ഥമാണ്. സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. കലബിലെ ശബ്ദങ്ങളെ, അപശബ്ദങ്ങളെ 1000 വാക്കിന്റെ മീതെ വന്ന വാക്കും നാക്കുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ലോകത്ത് നമ്മുടെ സമൂഹത്തിൽ നാം തത്വം മാത്രം പറഞ്ഞത് കൊണ്ടോ ചിന്തിച്ചത് കൊണ്ടോ കാര്യമില്ലല്ലോ. ഈ വിശുദ്ധ ഖുർആനെ ആരാണ് ഇത്തരം അനബലഷണീയമായ ചർച്ചകളിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത്? വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവർക്ക് മറുപടി പറയാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അതേ അവസരം വളരെ കൃത്യമായ വ്യക്തമായ ഖുർആന്റെ കാര്യങ്ങളെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യതയാണ് നേരത്തെ ഇവിടെ നമ്മുടെ അറബ് നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിത നേതൃത്വം, ഇരിത്താഖിന്റെ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ അൽ മുദാഫഅത്ത്, അത് അനിവാര്യമായ ഒരു പ്രതിരോധമാണ്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ആവശ്യമായ ഘട്ടങ്ങളിൽ പുറത്തെടുക്കുന്ന ഒരു മെക്കാനിസമാണ്. പ്രതിരോധം ഒന്നാമത്തെ നമ്മുടെ പരിഗണനയിലെ വിഷയമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, 2-3 ദിവസം കഴിഞ്ഞാൽ ഇന്നത്ര തീയതി 22 ക്രിസ്മസ് 25-ാം തീയതി വരുന്നു. അതറിഞ്ഞുകൊണ്ടാകണം പുതിയൊരു ചർച്ചയുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടത്. ധാരാളം സഹോദരന്മാർ നമ്മളെപ്പോലെയുള്ളവരോട്, ഞാനൊക്കെ അതിൽ നിസ്സാരപ്പെട്ട ഒരാളാണ്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ തന്നെ 2-3 ആൾ എനിക്ക് വാട്സാപ്പ് ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ CH മുസ്തഫ മൗലവി, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ മൗലവി ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്, കേൾക്കാറുള്ളത്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലുള്ള സൂറത്തു നിസായിലെ 157-ാമത്തെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വീഡിയോ. ആ വീഡിയോക്ക് വലിയ പ്രസക്തിയുണ്ട്. ആ ദുർവ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ വേദഗ്രന്ഥമായി ബഹുമാനിക്കുന്ന ബൈബിൾ, അത് വിശുദ്ധ ഖുർആൻ പോലെ അള്ളാഹു അവതരിപ്പിച്ച ഇഞ്ചീൽ തന്നെയാണ്. അതുകൊണ്ട് ക്രൈസ്തവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഏകദേശം സമാനത പുലർത്തുന്നതാണ്. നമ്മൾ അവരെ അപരമതമായി കാണേണ്ടതില്ല. ഇത് കേവലം ഒരു മുസ്തഫ മൗലവിയുടെ മാത്രം വാദമല്ല. കേരളത്തിൽ അഭ്യസ്തവിദ്യരായ കുറെ ചെറുപ്പക്കാരികൾ ഈ സർവവേദ സത്യവാദത്തിലേക്ക് പോകുന്നു. വിശുദ്ധ ഖുർആനാണ് അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇത് ക്രൈസ്തവർക്ക് ആവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിനോ ഒരംശം പ്രയോജനമില്ല, സമൂഹത്തിനോ പ്രയോജനമില്ല, ഖുർആനിനോ പ്രയോജനമില്ല, ക്രൈസ്തവർക്കോ താല്പര്യമില്ല. പിന്നെ ആരാണ് ഈ മൂലക്കുള്ള കോടാലി പോയി സമൂഹത്തിന്റെ കാലിൽ തറക്കുന്നത്? എന്തിന്റെ ആവശ്യമാണ് അവിടെയുള്ളത്? അദ്ദേഹം പറയുന്ന ആയത്തിലെ വാസ്തവമേതാ? മോക്ഷം നേടാനും മനസ്സ് നന്നാകാനും അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കൊണ്ട് തന്നെ ജീവിക്കേണ്ടതില്ലത്രേ. വളരെ സോളിഡായ ആർഗ്യുമെന്റായി സമൂഹത്തിൽ പടരുകയാണ്. ഹിന്ദു വേദങ്ങൾ, ക്രൈസ്തവ വേദങ്ങൾ, പുരാണങ്ങൾ, മിത്തുകൾ, എല്ലാ അറിവും അള്ളാഹുവിൽ നിന്നുള്ളതാണല്ലോ. മാത്രവുമല്ല ആചാര്യ മതങ്ങളെല്ലാം, ഈ ആചാര്യന്മാരെല്ലാം പ്രവാചകന്മാരാവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഏത് മതത്തിലായാലും എന്താ, ഏത് മതത്തിലായാലും ആത്യന്തികമായി ആ മതം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ സിറാത്ത് മുസ്തഖീമിലേക്ക് നയിക്കും എന്ന് പറയുന്ന മുസ്ലിം പേരുകളിലുള്ള പർണശാലകൾ പുറം നാടുകളിലല്ല, മലബാറിലുണ്ട്. കുറെ വ്യക്തിപരമായി ആക്ഷേപം വരുമോ എന്ന് ഭയന്ന് ഓരോരോ പേരുകൾ ഞാൻ പറയുന്നില്ല. പർണശാല കെട്ടി
ഖാൻഗാഹുകളെ പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കെട്ടി അതിനകത്ത് ഭജന ഇരുന്ന പോലെ ഇരുന്ന് ശിഷ്യന്മാരെ ഉൽപ്പാദിപ്പിച്ച് സർവവേദ സത്യവാദം അത് ഖുർആന്റെ ചെലവിൽ ഇറക്കുമതി ചെയ്യുന്ന എത്രയോ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സമൂഹമുണ്ട് മലബാറിൽ. ഒരു പക്ഷേ 5-10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അസ്വസ്ഥത, ഖുർആനെ സ്നേഹിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അസ്വസ്ഥത മലബാറിൽ ഈ സർവവേദ സത്യവാദമായിരിക്കും. നമ്മളതിൻ്റെ ഒന്നും ഒരു സാധ്യതയെ തള്ളിക്കളയുന്നില്ല. കിതാബുകളിലും ഒരുപക്ഷെ കാണാം, സൂചനകളുണ്ട്. എല്ലാ അറിവും മിനല്ലാഹ്. ആർക്കാണ് തർക്കമുള്ളത്? അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ലോകത്ത് അറിവുമുണ്ടായിട്ടില്ല. വഹി മുഖേനയല്ലാതെ ഒരറിവുമുണ്ടായിട്ടില്ല, അടിസ്ഥാനപരമായ അറിവ്. പക്ഷേ ആ അറിവ് ലോകത്ത് പ്രബോധനം ചെയ്യപ്പെടുന്നതിനിടയിൽ, നാൾവഴികൾക്കിടയിൽ അറിവിന്റെ സ്രോതസ് അല്ലാഹു ആണ് എന്നുള്ളതിനെ മറന്നുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട് അറിവിന്റെ നിർമ്മാതാക്കളായി ആചാര്യന്മാരെ പ്രതിഷ്ഠിക്കുകയും ആൾദൈവങ്ങളെ കൊണ്ടുവരികയും ചെയ്തു ധാരാളം ചരിത്രത്തിന്റെ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൂർവ്വവേദങ്ങളുടെ പേരിലുള്ള കൈകടത്തലുകളെ എതിർക്കുന്നത്. അതിൽ സംശയമില്ലല്ലോ. അദ്ദേഹം കൊണ്ടുവന്ന ആയത്ത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അദ്ദേഹം ദുരുപയോഗം ചെയ്ത വചനമേതാ? വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്. ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. വ്യക്തമായ കാര്യമാണ് ഖുർആൻ പറയുന്നത്. വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ വമാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാഅൽ വന്ന് വമാ ഖതലൂഹു യഖീനാ. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു വചനത്തിൽ 3 തവണ ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ ചെറിയൊരു ധാരണ വെച്ച്, ജാഹിലാണ്, നിങ്ങൾക്ക് തിരുത്താം, അത് ഈ ആയത്താണ്. എന്താ അവിടെയുള്ള തർക്കം എന്താ? ഇദ്ദേഹത്തിൻ്റെ വാദം എന്താ? ഇദ്ദേഹത്തിൻ്റെ വാദം ഇഞ്ചീൽ ആണ് ബൈബിൾ. ആ വാദത്തിന്, മുസ്തഫ മൗലവിയുടെ ആ വാദത്തിന് നിലവിൽ ഒരു അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ എയർ ഇവിടെയുണ്ട്. കാറ്ററിഞ്ഞ് തൂറ്റണം എന്ന ലോജിക്കാണോ അദ്ദേഹത്തിൻ്റെത് അറിയില്ല. ഈസാ അലൈഹിസ്സലാമിനെ ക്രൂശിച്ചു, ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റി. 3-ാം നാൾ ഈസാ അലൈഹിസ്സലാമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ദൈവം കൊണ്ടുപോയി. ഇതല്ലേ ക്രൈസ്തവ വിശ്വാസം? അല്ലെങ്കിൽ കർത്താവ് കൊണ്ടുപോയി. ഇതല്ലേ ക്രൈസ്തവ വിശ്വാസം? പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഇതാണ് ബൈബിൾ പുതിയ നിയമം തീർച്ചയായും പറയുന്നത്. അദ്ദേഹം വിചാരിച്ചോ എന്നറിയില്ല. നമ്മളാരെയും അണ്ടർ എസ്റ്റിമേഷൻ ചെയ്യുന്നില്ല. വിശുദ്ധ ഖുർആൻ പോലെ ഒരു പുസ്തകത്തിന്റെ പേരല്ലല്ലോ ബൈബിൾ. 73 പുസ്തകങ്ങളുണ്ട്. 46 പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളും 27 പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളും. ഈ 27 പുതിയ നിയമത്തിന്റെ പുസ്തകത്തിൽ 4 പുസ്തകം മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ സുവിശേഷങ്ങൾ. അതിൽ ജീസസ് ക്രിസ്റ്റിന്റെ, യേശുവിന്റെ അരുളപ്പാടുകളും റോമിന്റെ ചരിത്രവും ആ കാലഘട്ടത്തിന്റെ നാഗരിക വിശേഷങ്ങളും പറയുന്ന മനുഷ്യകൃതിയാണെന്ന് അവര് തന്നെ അംഗീകരിക്കുന്ന സുവിശേഷങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് വേദമാവുന്നത് എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ വിശ്വാസ പ്രകാരം ഈ 4 പേർക്ക് ദിവ്യ വെളിപാടുണ്ടായിട്ടുണ്ട്. ദിവ്യത്വം നിലീനമായ സിദ്ധന്മാർ എഴുതിയതാകയാൽ അത് വേദഗ്രന്ഥമാണ്. ഇത്രയാണ് ക്രൈസ്തവ വിശ്വാസം. ബാക്കി പൗലോസിന്റെ കുറിപ്പുകളാണ് മിക്ക ഭാഗത്തുമുള്ളത്. ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോവുകയല്ല. ഇതെങ്ങനെയാണ് ഇഞ്ചീലാവുക എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തോട്, അദ്ദേഹം പറയുന്നതിനെ പിൻപറ്റുന്നവരോട്. ഈ പൗലോസ് കൊരിന്ത്യറിലേക്ക് എഴുതിയ, റോമിലേക്ക് എഴുതിയ കത്തുകൾ, ഇതൊക്കെ സമാഹരിച്ചിട്ടാണ് 27 പുസ്തകങ്ങളാക്കിയത്. ഈ 27 പുസ്തകങ്ങളിൽ ഒന്നുപോലും നേരെ ചൊവ്വേ ജീസസ് ക്രിസ്റ്റിന് അവതീർണമായ വേദവാക്യമാണെന്ന് ഇന്ന് ജീവിക്കുന്ന ഒരു ക്രൈസ്തവനും പറയുന്നില്ല. ഇത് വെറുതെ പറയുകയല്ല. ജീസസ് ക്രിസ്റ്റിന് അവതീർണമായ കൃതിയാണ് ബൈബിൾ എന്ന് ലോകത്ത് ഒരു ക്രൈസ്തവനും ഇവിടെ വിശ്വസിക്കുന്നില്ലല്ലോ. മറിച്ചെന്തേ വിശ്വസിക്കുന്നത്? ഇത് മത്തായി സുവിശേഷമാണ്, മാർക്കോസ് സുവിശേഷമാണ്, ലൂക്കോസ് സുവിശേഷമാണ്, യോഹന്നാൻ സുവിശേഷമാണ്. പക്ഷേ അവർക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ,
വഹിയ് അവതീർണമായിട്ടുണ്ട്, വെളിപാടുണ്ടായിട്ടുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഈ വേദഗ്രന്ഥത്തെ എങ്ങനെയാണ് ഇഞ്ചീലാക്കുക? ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ആദ്യത്തെ 3-4 സുവിശേഷങ്ങളിലും പറയുന്നത് എന്താ? ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 നാൾ അവിടെ കടന്നതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ബൈബിൾ വിശ്വാസം. ഇത് ബൈബിൾ വിശ്വാസം മാത്രമാണ് അല്ല, ഈ കുരിശ് സംഭവം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരമാണ്. ഈ നഗ്ന സത്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു സ്റ്റുഡിയോയും കേൾക്കാൻ ആളുകളുമുണ്ട് എന്നുള്ള ഒറ്റ ധാരണയിൽ എത്ര ആളുകളെയാണ് കബളിപ്പിക്കുന്നത്, എത്ര വലിയ ചരിത്രങ്ങളെയാണ് തമസ്കരിക്കുന്നത്. ഈ ഖുർആനും ഇഞ്ചിയിലും ഒരു സ്രോതസ്സിൽ നിന്നാണെന്ന് ബോധ്യമുള്ള ഒരു സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ആ ഇഞ്ചിയിൽ ഈ പറയുന്ന ബൈബിളാണ്. ആ ഇഞ്ചിയിൽ അവതീർണമാക്കിയ അതേ അല്ലാഹു ഖുർആനിൽ എന്തേ പറയുന്നത്? ഈ വിശ്വാസം ശരിയല്ല, അവരുടെ ആ വാദം ശരിയല്ല. ഏത് വാദം? ഇന്നാ ഖതല്ലൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ ഈസ ഇബ്നു മറിയമിനെ നമ്മൾ വധിച്ചിരിക്കുന്നു എന്നവർ പറയുന്നത് ശരിയല്ല. 3 തവണ ആവർത്തിക്കുന്നു. വമാ ഖതലൂഹു, വധിച്ചിട്ടില്ല. വമാ സ്വലബൂഹു, കുരിശിൽ തറച്ചിട്ടുമില്ല. മറിച്ച് അവിടെ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആളെ മാറ്റി അല്ലാഹു മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായതാണ്. ഇതാണ് അതിന്റെ വാസ്തവം. ആരെങ്കിലും ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, ഈ കാര്യത്തിൽ ഇങ്ങനെയല്ലാത്ത അഭിപ്രായം ആര് പറയുന്നുവോ, ലഫീ ശക്കിൻ മിൻ, ഒരിക്കലും അത് വാസ്തവമല്ല, കേവലം സംശയം മാത്രമാണ്, കേവലം സംശയം മാത്രമാണ്. മാ ലഹും ബിഹി മിൻ ഇൽമിൻ, അതേ സംബന്ധിച്ച് അവർക്ക് ഒരറിവുമില്ല, ഒരു ബോധ്യവുമില്ല. ഇല്ലത്തിബാഅൽ ളിന്ന്, കേട്ട് കേൾവി, ഊഹാപോഹം, വിശ്വസിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വീണ്ടും ഖുർആൻ പറയുകയാണ്, ഇത് നാളത്തെ വലിയ ചർച്ചയാകുമെന്നതിനാൽ വമാ ഖതലൂഹു യഖീനാ, ഒരിക്കലും അവർ ഈസാ അലൈഹിസ്സലാമിനെ കൊന്നിട്ടില്ലേ, ഒരിക്കലും വധിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു മാ ഖതലൂഹു, വധിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞു വമാ സ്വലബൂഹു, കുരിശിൽ തറച്ചിട്ടില്ല. കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ് വമാ ഖതലൂഹു യഖീനാ. ഇതിനെന്താ CH മുസ്തഫ മൗലവിയുടെ മറുപടി? എന്താ ഇതിന്റെ അദ്ദേഹത്തിന്റെ മറുപടി? ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വൈരനിര്യാതനമല്ല, അദ്ദേഹം ആരോ നമ്മൾ ആരോ, പക്ഷേ ആശയം ഈ ഖുർആന്റെ പേരിൽ വെറുതെ ഒരു തർക്കം സമൂഹത്തിന്റെ മധ്യത്തിൽ ഉണ്ടാക്കരുത് എന്നാണ് നമ്മൾ പറയാനുള്ളത്. അദ്ദേഹം ഇതിന് മറുപടി പറയുന്നത് വിശുദ്ധ ഖുർആനിൽ വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് വന്നിട്ടുണ്ടല്ലോ. നോക്കൂ, അദ്ദേഹം പറയുന്നത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കൺഫ്യൂഷൻ അപ്രസക്തമാണെന്നാണ് വാസ്തവത്തിൽ ഖുർആൻ പറയുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യം അവിടെ ഇല്ല. കാരണം വമാ ഖതലൂഹു യഖീന, അവിടെ അങ്ങനെ ഒരു തശ്ബീഹിന്റെ ഒരു പ്രശ്നം, അവിടെ ഇൽത്തിബാസിന്റെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അദ്ദേഹം വാസ്തവത്തിൽ ക്രൈസ്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പൊതുബോധത്തിന്റെ കയ്യടിക്ക് വേണ്ടി വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുക വഴി സംഭവിക്കുന്നത് എന്താ? ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കൽ, ഈ സുവിശേഷകരെ അപമാനിക്കൽ. കാരണം എന്താ? കുരിശ് സംഭവം നടക്കുന്ന സമയത്ത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? മത്തായിക്ക്, മാർക്കോസിന്, ലൂക്കോസിന്, യോഹന്നാനിന്. കാരണം ആ സമയത്ത് ദിവ്യബോധനം ലഭിച്ചിട്ടില്ല, ആ സമയത്ത് റെവലേഷൻ ഉണ്ടായിട്ടില്ല, ആ സമയത്ത് അവർക്ക് ദിവ്യസ്പർശം നഷ്ടപ്പെട്ടു പോയതിനാൽ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു, അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരമായ ബൈബിളിന്റെ ഏറ്റവും വലിയ സുവിശേഷകരായ സർവ ക്രൈസ്തവരും ബഹുമാനിക്കുന്ന അപ്പോസ്റ്റൽസായ 4 പേരെ കുറിച്ച് അപവാദം പറയുകയാണ് വാസ്തവത്തിൽ CH മൗലവി. ക്രൈസ്തവ വിശ്വാസത്തെ സുന്ദരമായി അപമാനിക്കുകയാണ്. എന്തിനാണ് ആ വേല? അദ്ദേഹം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞാൽ നേരം പോകുന്നത് കൊണ്ടാണ്. ഏതോ കാലം മുതലേ അവരെ പോലുള്ള കുറച്ച് ആളുകൾ, ഇവിടെയുള്ള സാമ്പ്രദായികമായ ഉലമായിന്, നമ്മളെയൊക്കെ അവർ പറയുക പുരോഹിതന്മാരെന്നാണ്. അദ്ദേഹത്തിൻ്റെ പോലെയുള്ള ആളുകളുടെ ലൈഫ് മിഷൻ തന്നെ അവർ പറയുന്നത്
പൗരോഹിത്യത്തിന്റെ കടുംപിടുത്തത്തിൽ നിന്നും ഖുർആനെ മോചിപ്പിക്കുക, വേദത്തെ മോചിപ്പിക്കുക. എന്ത് മനോഹരമായ വാദഗതികളാണ് അവരൊക്കെ കൊണ്ടുവരുന്നത്. ചരിത്രബോധമോ അതുമില്ല. മുസദ്ദിഖൻ ലിമാ മഅക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് പ്രവാചകന്റെ മുമ്പിലുണ്ടായിരുന്ന ബൈബിളിനെ അംഗീകരിക്കലല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകന്റെ മുമ്പിൽ ഈ 4 സുവിശേഷങ്ങൾ മാത്രമല്ല, പൗലോസിന്റെ കുറിപ്പുകൾ അടക്കം ഈ പ്രഭാഷണം ഇപ്പോഴോ എപ്പോഴോ അയാൾ കേൾക്കുകയാണെങ്കിൽ വിനയാന്വിതമായി നമുക്ക് ചോദിക്കാനുള്ളത് അതാണ്. 4 സുവിശേഷങ്ങളെ പ്രവാചകൻ അംഗീകരിച്ചു എന്നല്ലേ അദ്ദേഹം പറയുന്നത്. 4 സുവിശേഷങ്ങൾ മാത്രമല്ല പ്രവാചകന്റെ മുമ്പിലുണ്ടായിരുന്നത്. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് പൗലോസൊക്കെ പിന്നീടുണ്ടായതല്ലേ. പൗലോസ് പിന്നീടുണ്ടായതല്ല. ക്രിസ്തബ്ദം CE 382-നും 390-നും ഇടയിൽ നടന്ന കൗൺസിൽ ഓഫ് റോം, അതേപോലെ കൗൺസിൽ ഓഫ് ലൂപ്പി തുടങ്ങിയ ക്രൈസ്തവ മൈത്രാന്മാരുടെ സമ്മേളനത്തിൽ അന്നത്തെ മാർപ്പാപ്പയായ സെന്റ് പോപ്പ് ധമോയസ് അദ്ദേഹം ഈ 4 സുവിശേഷങ്ങളും പൗലോസിന്റെ 27 കുറിപ്പുകളും അത് ബൈബിളാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എപ്പോ? പ്രവാചകൻ ജനിക്കുന്നത് ക്രിസ്തബ്ദം 570 ഏപ്രിൽ 21-നാണ്. ഈ 27 പുസ്തകങ്ങളും വിശുദ്ധ ബൈബിളാണെന്ന് അന്നത്തെ റോമിലെ പോപ്പ് പ്രഖ്യാപിക്കുന്നത് പ്രവാചകൻ ജനിക്കുന്നതിന്റെ 190 കൊല്ലങ്ങൾക്ക് മുമ്പ്, CE 380 to 390-നിടയിൽ. ഈ പൗലോസ് ജനിക്കുന്നത് എപ്പോഴാ? പൗലോസിന്റെ കുറിപ്പുകൾ എഴുതുന്നത് എപ്പോഴാ? CE 35-നും 50-നും ഇടയിൽ. എത്ര പഴയ കാലമാണ്. അപ്പൊ മുസദ്ദിഖൻ ലിമാ മഅക്കും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം 4 സുവിശേഷങ്ങൾ മാത്രം സമ്മതിക്കുന്നു, ഖുർആൻ അംഗീകരിക്കുന്നു എന്നുള്ളത് മുസ്തഫ മൗലവിയുടെ ചരിത്രബോധമില്ലായ്മയാണ്. പ്രവാചകന്റെ മുമ്പുള്ള ബൈബിളിനെയാണ് ഇഞ്ചീലായി ഖുർആൻ സമ്മതിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പൗലോസിന്റെ കുറിപ്പുകൾ അടക്കം 27 ബൈബിളിനെയും ഇഞ്ചീലായി ഖുർആൻ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ മുസ്തഫ മൗലവി തയ്യാറാകണം. സ്വാഭാവികമായി അത് ആനമഹാമണ്ഡത്തരമാണ് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാം. കാരണം ഈ 4 സുവിശേഷങ്ങൾ മനുഷ്യ സൃഷ്ടിയാണെന്ന്, കത്തുകളാണെന്ന്, കുറിപ്പുകളാണെന്ന്, ഹിസ്റ്ററിയാണെന്ന് ലോകത്ത് ക്രൈസ്തവതയെ സംബന്ധിച്ച് വിക്കിപീഡിയ വായന എങ്കിലുമുള്ള എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ കുറിച്ചാണ്, ഇവരെ പോലുള്ളവരെ കുറിച്ചാണ് വലിയ ഖുർആൻ സ്കോളേഴ്സ്, വിശുദ്ധ ഖുർആനിന്റെ വലിയ സംരക്ഷകർ, പൗരോഹിത്യത്തിന്റെ കയ്യിൽ നിന്ന് ഖുർആൻ സംരക്ഷിക്കുന്നവർ എന്നൊക്കെ പറയുന്നത്. ധാരാളം ഞാൻ ഈ ചില പേരുകൾ നാവിൽ വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ചില കാര്യങ്ങൾ പറയാൻ തന്നെ മടിക്കുന്നത്. ആ പേരുകൾ പോലും ഇതേപോലെയുള്ള ഒരു മുബാറക്കായ സദസ്സിൽ അഭംഗിയായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സർവ്വവേദ സത്യവാദം ഖുർആന്റെ ചെലവിൽ ശരിയാവില്ല. ദുരുപയോഗം ചെയ്യപ്പെടുന്ന ആയത്തുകൾ, അതിനാണ് ഇവിടെ ഇരുത്താക്കുള്ളത്. ഇതിന്റെ കൂടെ നിൽക്കുന്ന ഉമറാ, ഇതിന്റെ കൂടെ നിൽക്കുന്ന സമ്പന്നർ, അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചവർ. ഇരുത്താക്ക് പഠനത്തിന് മലയാളത്തിന്റെ മലബാറിന്റെ സാഹചര്യത്തിൽ പ്രസക്തിയുണ്ട് എന്ന് പറയാനാണ് ഞാനത് ഉദാഹരിച്ചത്. ഇന്നല്ലദീന അവരോതുന്ന വേറെ ആയത്ത് കൂടി ഞാൻ ഇതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറാണ് പറഞ്ഞ സമയം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊൻ വന്നസാറാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമല സ്വാലിഹാ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആയത്ത്. ഏത് മതായാലെന്താ ജയിക്കൂലേ? കാരണം ഈ ആയത്തിൽ എന്തേ പറയുന്നത്? സുന്ദരമായ ദുർവ്യാഖ്യാനം. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങളും, വല്ലദീന ഹാദു യഹൂദരും, വസ്സാബിഊൻ, സാബിയു എന്ന് പറഞ്ഞാൽ ആരാ? സാബിയു എന്ന് പറഞ്ഞാൽ സബൂർ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഒരഭിപ്രായം. വേറെ അഭിപ്രായം സൗരാഷ്ട്ര മതക്കാർ, അഗ്നി ആരാധകർ. അപ്പോ ആ മറവിലേക്ക് ഹിന്ദുക്കളെ, ഹൈന്ദവ സഹോദരങ്ങളെ കൊണ്ടുപോയി വെക്കാം. അടിസ്ഥാനപരമായി ആര്യമതമാണ് സൗരാഷ്ട്ര മതം. സബൂർ വിശ്വസിക്കുന്നവർ പഴയ നിയമക്കാരെ കൊണ്ടുവരാം. വന്നസാറ ക്രൈസ്തവരും. ഇങ്ങനെ ആരായാലും സാബിയുടെ നിർവചനത്തിൽ ദഹരി എന്ന് പോലും ഉണ്ട്. ദഹരി എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രകൃതിവാദി, എയ്ത്തിസ്റ്റ്, നിരീശ്വരവാദി. വമാ യുഹ്ലികുന ഇല്ല വമാ ഹയാതുന ദുനിയ വമാ ഹയാതുന ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ഈ ആർഗ്യുമെന്റ് അല്ലേ നാസ്തികതയുടെ ആർഗ്യുമെന്റ്? അവരാണ് ദഹരിയ. അവരും പെടും. ഇങ്ങനെ ആരായാലും എന്താ?
രക്ഷപ്പെടാൻ ഒരു മാനദണ്ഡമേ ഉള്ളൂ, മൻ ആമന ബില്ലാ. നിങ്ങൾ പ്രപഞ്ചത്തിന് അവർ വെക്കുന്ന അർത്ഥമാണിത്. നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു സർവേശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. പ്രപഞ്ചത്തിനൊരു സർവേശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. പിന്നെ എന്ത് വേണം? വല്യൗമിൽ ആഖിർ, പ്രപഞ്ചത്തിനൊരു അവസാനവുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. വഅമല സ്വാലിഹ, വിചിത്രമായ വ്യാഖ്യാനം. അവരവരേത് നാട്ടിലാണോ ആ നാട്ടിലുള്ള ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിച്ചാലും മതി. ഈ 3 മാനദണ്ഡം ആരിലാണോ ഉള്ളത്? പ്രപഞ്ചത്തിന് സർവേശ്വരൻ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം എന്താ? ഈ കാണുന്ന ദൈവങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന, ദേവീ ദേവന്മാരെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സർവേശ്വരനുണ്ട്, പ്രപഞ്ചനാഥനുണ്ട്, സർവനാഥനുണ്ട്. അങ്ങനെ ഒരു വിശ്വാസവും. പിന്നീട് പ്രപഞ്ചം സ്ഥായിയല്ല, തകരും. നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം കിട്ടും എന്ന് ഒരു വിശ്വാസവും വെച്ച് പുലർത്തിയാൽ, പിന്നെ അമില സ്വാലിഹ, മോറൽ കോഡ് എന്നുള്ള നിലയിൽ ശരിയും തെറ്റും തീരുമാനിക്കുവാൻ അതത് രാജ്യങ്ങളിലെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഹൈന്ദവരെ, ക്രൈസ്തവരെ, യഹൂദരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വിശുദ്ധ ഖുർആനെ സാധിക്കുമെന്ന് പറഞ്ഞ് ഖുർആനെ വടക്കാക്കി തനിക്കാക്കി ഇല്ലാതാക്കാനുള്ള ഏർപ്പാടല്ലേ വാസ്തവത്തിൽ അത്? അതിൻ്റെ ആധികാരികമായ ആഴത്തിലുള്ള പഠനമൊന്നും ആവശ്യമില്ല. അതിൻ്റെ അഭിസംബോധിത സമൂഹം ആരാണ്? ആരോടൊക്കെയാണത് പറയുന്നത്? ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ആളുകളെന്ന് യഹൂദരും, അല്ല ഞങ്ങളാണെന്ന് ക്രൈസ്തവരും, അല്ല ഞങ്ങളാണെന്ന് യഹൂദികളുടെ മുമ്പിലുള്ള പഴയ യഹൂദികളും പറഞ്ഞപ്പോൾ, അല്ല നിങ്ങളൊന്നുമല്ല ഞങ്ങളാണ് എന്ന് ഓരോ മതക്കാരും പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ്, നിങ്ങളൊക്കെ അവിടെ നിൽക്ക്, സ്വർഗം ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഞാൻ പറയാമെന്നുള്ള ഭാവമാണ് ആ വചനത്തിനുള്ളത്. നിങ്ങൾ ഈ അവകാശപ്പെടുന്ന സ്വർഗം ആർക്കാണെന്ന് ചോദിച്ചാൽ മൻ ആമന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ്. അള്ളാഹു ആരാണ്? ലോകത്ത് ആർക്കെങ്കിലും അള്ളാഹുവിനെ അറിയുമായിരുന്നോ? കുന്തു കൻസൻ മഖ്ഫിയ ഫഅറത്തു അൻ ഉൽഹർ, അതല്ലേ ഖുദ്സിയായ ഹദീസ്. എന്നെ ആർക്കും അറിയില്ലായിരുന്നു, പിന്നെ എന്നെ അറിയണമെന്ന് ഞാൻ കരുതുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി റിസാലത്തിൽ വിശ്വസിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. അവിടെയാണ് പിഴവ് പറ്റിയത്. റിസാലത്തിൽ വിശ്വസിക്കാതെ തൗഹീദിൽ വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ പറഞ്ഞു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി മരിക്കാൻ ദുആ ചെയ്യണമെന്ന് ആരും പറയാറില്ല? എന്തുകൊണ്ട് പറയാറില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള അല്ലാഹ് എന്ന വചനത്തിന്റെ വിശ്വാസം സ്ഥിരപ്പെടാൻ സ്വാഭാവികമായി മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടായാലേ പറ്റൂ, ഉണ്ടെങ്കിലേ പറ്റൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ദൈവമല്ലാതെ ആരാധനയില്ല എന്നേ അല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അന്ത്യപ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തന്ന ദാത്തിലും സിഫാത്തിലും ഒത്ത അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് മാത്രമാണ് എന്ന് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കും. ഞങ്ങൾക്ക് ഹദീസ് വേണ്ട, ഹദീസ് നിഷേധിക്കുകയാണ് എന്നൊക്കെ വലിയ വായിൽ പറയുന്നവർക്ക് എന്താണ് ഖുർആൻ എന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് അല്ലാഹു, ആരാണ് അല്ലാഹു എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് മൻ ആമന ബില്ലാ. ഇത് പറയുന്നത് ആരാ? മൻ ആമന ബില്ലാ എന്ന ആയത്ത് ഓതി കൊടുക്കുന്ന ആളാരാ? ആ ആള് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നതിനെയാണ് ഇവർ വിശ്വസിക്കേണ്ടത്. ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നത്, വഅമല സ്വാലിഹ, ആരാണോ ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. നമ്മുടെ ദുർവ്യാഖ്യാനമാണോ അത്? മതേതര ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കാൻ മനോഹരമായ ആശയമാണ്. പക്ഷേ എപ്പോഴാണ് ലോകത്ത് മതേതര ഭരണഘടനകൾ വന്നത്? അതിനെത്രയാണ് കാലപ്പഴക്കം? മതേതര ഭരണഘടനകൾക്ക് കാലപ്പഴക്കം എത്രയാണ്? ഒരുപാട് കാലഘട്ടക്കാർക്ക് ഇപ്പൊ സ്വർഗം ഇല്ലേ? ജനാധിപത്യം ഏത് കാലത്താണ് ഡെമോക്രസി ലോകത്ത് വ്യാപകമായത്? എല്ലാ കാലത്തും ഈ ജനാധിപത്യ ഭരണഘടന ഉണ്ടാകുമോ? ലോകം തന്നെ ഇനിത ഒരു ഗ്ലോബൽ ലോകമാണ് വരാൻ പോകുന്നത്. രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് പ്രസക്തിയില്ല, ആകാശങ്ങളുടെ അതിർത്തിക്ക് പോലും പ്രസക്തിയില്ല. അവിടെയാണ് AI കാലം. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയല്ല. ഭൂമി മാത്രമല്ല, ആകാശം കൂടി മനുഷ്യർക്ക് താമസിക്കാനുള്ള ഇടമാണെന്ന് ഇലോൺ മസ്ക് പറയുന്ന
സൈബോർഗുകളുടെ, സൂപ്പർ ഹ്യൂമന്റെ, ന്യൂറാലിങ്കിന്റെ, സ്പേസ് എക്സിന്റെ ഒരു കാലത്താണ് ഖുർആൻ ആധുനികമായി അപ്ഡേഷൻ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഡ്ഢികൾ ഈ വ്യാഖ്യാനം കൊടുക്കുന്നത്. രാജ്യങ്ങൾക്ക് തന്നെ പ്രസക്തിയില്ല. 10-100 കൊല്ലം കഴിഞ്ഞാൽ ഭൂമിക്ക് ആയുസ്സുണ്ടെങ്കിൽ. പിന്നെയല്ലേ ഈ മതേതര ഭരണഘടന ഇസ്ലാമിക ശരീഅത്താണ്. എന്നുമുള്ള ഇസ്ലാമിക ശരീഅത്ത് കാലം എത്ര മുന്നോട്ട് പോയാലും അന്ത്യകാലം വരെ ഇവിടെ ഉണ്ടാകുന്ന ഇസ്ലാമിന്റെ ശരീഅത്ത്, ആ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ഇത് വളരെ വ്യക്തമായ വചനമാണ്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് നിരാശ ബാധിക്കേണ്ടി വരാത്തത്. അവർ സങ്കടപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. ഈ വചനത്തെ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നു. ആളുകൾ ഇഷ്ടപ്പെട്ടു പോകുന്നു. അതിലാണ് ശാസ്ത്രാവബോധം എന്ന് വിചാരിക്കുന്നു. നൂറുകണക്കിന് ഹദീസുകൾ. ഖുർആനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഹദീസിനെ നിഷേധിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരു മുസൽമാൻ എന്ന പേരിൽ നടക്കുന്ന ഒരാൾക്ക് ചെയ്യാനാവില്ല. ഒരു മുസ്ലിം നാമധാരിക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഏറ്റവും വലിയ ക്രൂരതയല്ല, ഏറ്റവും വലിയ പൊട്ടത്തരം, ഞങ്ങൾ ഹദീസ് നിഷേധിക്കുന്നു, ഞങ്ങൾക്ക് ഖുർആൻ മതി എന്ന് പറയലാണ്. വാസ്തവത്തിൽ എന്താ? ഖുർആൻ ഏത് നാവിൽ നിന്നാണ് വന്നത്, ആ നാവിൽ നിന്ന് തന്നെയാണ് ഹദീസ് വന്നത്. ആരാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? ആ ആളുകൾ തന്നെയാണ് ഹദീസ് നമുക്ക് കൈമാറി തന്നത്. ഹദീസ് തള്ളിയ ഒരു മനുഷ്യനും ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല. മറിച്ച് പറഞ്ഞാൽ ഖുർആൻ ക്രോഡീകരിച്ച ഒരു മനുഷ്യനും ഹദീസ് നിഷേധിച്ചിട്ടില്ല. 1400 കൊല്ലം ഇപ്പുറത്ത് വെച്ച് നമുക്ക് പറയാൻ കഴിയും, നമുക്ക് ഖുർആനും ഹദീസും കൈമാറി വന്ന പരമ്പര ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഒരു കൂട്ടർ പറയുന്നത്, ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കും, ഹദീസ് സ്വീകരിക്കില്ല. നിങ്ങൾ ഹദീസ് തള്ളുന്നത് നിങ്ങൾക്ക് ഹദീസ് കൈമാറി തന്നവരുടെ സത്യതയെ സംബന്ധിച്ച്, നൈതികതയെ സംബന്ധിച്ച്, വ്യക്തിമൂല്യത്തെ സംബന്ധിച്ച്, വിശ്വാസതയെ സംബന്ധിച്ച്, യുക്തിബോധത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണെങ്കിൽ ഇപ്പറഞ്ഞ തിരസ്കരണത്തിന്റെ എല്ലാ നിർണയങ്ങളും ഖുർആന്റെ കാര്യത്തിലും ബാധകമാവേണ്ടതല്ലേ? ഞങ്ങളുടെ യുക്തിക്ക് വഴങ്ങാത്ത ഹദീസുകളെ ഞങ്ങൾ നിഷേധിക്കും. ഏത് പുരോഹിതൻ പറഞ്ഞാലും, ഏത് ഇമാം പറഞ്ഞാലും, എത്ര ഗൗരവത്തിലാണ് അവരുടെയൊക്കെ ആർഗ്യുമെന്റുകൾ ഉള്ളത്. എത്രയോ ഹദീസുകളെ തള്ളിയിരിക്കുന്നു ഈ ഖുർആൻ സ്നേഹികൾ. യഅ്ജൂജ് മഅ്ജൂജ് വരില്ല, ദജ്ജാല് വരില്ല, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരില്ല, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കില്ല. എന്താ കാരണം? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഏത് യുക്തിയാണ് ആധാരമാക്കുക? ഞാൻ ബഹളം വെച്ച് ചോദിക്കുകയല്ല. എന്തിനാണ് ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു പണ്ഡിത സമൂഹം? എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ കണിശത പുലർത്തുന്ന മഹത്തായ സമസ്തയെ പോലെയുള്ള ഉലമാഇന്റെ ഒരു കാവലെന്തിനാ? ഇത് വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല. ഞങ്ങളുടെ യുക്തിക്ക് ഒതുങ്ങാത്തതിനെ മുഴുവനും ഞങ്ങൾ നിഷേധിക്കുമെന്ന് പറയുന്ന ഒരു സമൂഹം അത് ഏറിൽ കയറുകയും അത് വൈറലാവുകയും അത് തർക്കമില്ലല്ലോ എന്ന് പൊതുസമൂഹം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലളിതമായൊരു ചോദ്യമല്ലേ, ഹദീസിനെ തള്ളാനും കൊള്ളാനും ഈ സാർവജനീനമായ സാർവകാലികമായ ഈ പ്രത്യയശാസ്ത്രം അവലംബിക്കേണ്ടത് CH മുസ്തഫയാണോ, ലിയാഖത്തലിയെയാണോ, ആരിഫിനെയാണോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നാലക്ക സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കൂട്ടിയാലും ഹരിച്ചാലും അവർക്ക് മനസ്സിലാകൂ. പറയുന്നത്ര വലിയ വിഡ്ഢിത്താണ്. ഞാനിത് വെറുതെ പറയല്ല. മറ്റൊരു ഉദാഹരണം, ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചേക്കരുത്, അവരൊക്കെ വലിയ ശാസ്ത്രകാരന്മാരാണ്, അറിവുള്ളവരാണ്. എനിക്കവരുമായി ഈ പറയുന്ന കക്ഷികളിൽ ചിലരുമായും ആരിഫുമായി സംവാദം നടത്തിയിട്ടുണ്ട്, ലിയാഖത്തലിയുമായി ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു നിർഭാഗ്യം മുസ്തഫയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെയും എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്കും അറിയാലോ. അദ്ദേഹം എന്തേ പറയുന്നത്? സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം ഒരാൾക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്നതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം വേറെ ആൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ മാസപ്പിറവിയുടെ കാര്യത്തിൽ ഒരു കൂടിയാലോചന നടന്നിരുന്ന കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. മുസ്ലിം സമുദായത്തിന് എന്തിനാ വ്യത്യസ്തമായ ദിവസങ്ങളിൽ പെരുന്നാൾ? എന്തിനാ വ്യത്യസ്തമായ ദിവസങ്ങളിൽ നോമ്പ്? കലണ്ടർ വന്നില്ലേ? കാലം വന്നില്ലേ? കണക്ക് ക്ലിയർ ആയില്ലേ? നാസയുടെ സൈറ്റ് വന്നില്ലേ? എപ്പോഴാണ് ന്യൂ മൂൺ? എപ്പോഴാണ് കൺജങ്ഷൻ? ഇതൊക്കെ മനസ്സിലാവില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അലി മണിക് ഖാൻ രംഗപ്രവേശം ചെയ്തപ്പോൾ ഇവിടെ മഞ്ചേരിയിൽ, നമ്മുടെ നാട് തന്നെയാണ്, അവിടെ ഒരു പണ്ഡിത സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വിശദാംശം പറയല്ല. അന്ന് ഈ മുസ്തഫ മൗലവി അതിലുണ്ടായിരുന്നു. അന്ന് മുസ്തഫ മൗലവി, അന്നാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ
മനസ്സിലാവുന്നവർക്ക് പറ്റിയത്. എന്തേ അതിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്? അദ്ദേഹം അതിൽ പറഞ്ഞു, ചക്രവാളം ഒന്നേ ഉള്ളൂ. ഇതാണ് വാദം. ഞാൻ ഈ ഗോളശാസ്ത്രത്തിന്റെ സങ്കീർണമായ വശം ഇവിടെ പറഞ്ഞ് വെറുതെ നിങ്ങളെ മടുപ്പിക്കുകയല്ല. അതേസമയം അദ്ദേഹം അവകാശപൂർവ്വം പറയുകയാണ്, ഒരുപാട് ചക്രവാളങ്ങളൊന്നുമില്ല, ഒരു ചക്രവാളേ ഉള്ളൂ, കിഴക്കും പടിഞ്ഞാറും. അന്ന് വിവരമുള്ള ആളുകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു വിട്ടു, ചക്രവാളം ഒന്നുമില്ല, മറിച്ച് അസംഖ്യം കോടിക്കണക്കിന് ന്യൂമറസായ ചക്രവാളങ്ങൾ സങ്കല്പിക്കാം. അദ്ദേഹം അന്ന് പോയതാണ്. പിന്നെയാണ് ഇപ്പോൾ ഈ ഹദീസ് നിഷേധിക്കാൻ വേണ്ടി അദ്ദേഹം രണ്ടാമത് വീഡിയോയിൽ വരുന്നത്. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എങ്ങനെയാണ് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക? അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു ഗോളശാസ്ത്രം. ലോകത്ത് ടോളമി അങ്ങനെ പറഞ്ഞില്ല, കോപ്പർനിക്കസ് പറഞ്ഞില്ല. ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സോഷ്യൽ സയൻസ് അറിയുന്ന ഒരു സയൻസിന്റെ ബാലപാഠം അറിയുന്ന ഒരു കൊച്ചുകുട്ടി പോലും പറയാത്ത ആർഗ്യുമെന്റാണ് അദ്ദേഹം പറയുന്നത്. ഏത് ദിക്കിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് ആ ദിക്കിന്റെ പേരാണ് കിഴക്ക്. ഇന്നേ വരെ നിങ്ങൾ കേട്ടോ? അത് ലോകത്ത് ആരെങ്കിലും കേട്ടോ? നല്ലൊരു ലോജിക്കാണ് ഇപ്പൊ തൽക്കാലം. അത് ഒറ്റ തെളിവ് മതി. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കില്ല. വൈ? തെളിവ് വേണ്ട, സയൻസ് പറയണ്ട, പുസ്തകം മറിക്കണ്ട, വാദപ്രതിവാദം വേണ്ട, കണ്ണും ചെമ്മി ഒറ്റവാദം. ഏത് ഭാഗത്തു നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് ആ ഭാഗത്തിന്റെ പേരാണ് കിഴക്ക്. നല്ല പെയിന്റ് അടിയാണ്, പുട്ടിയടിയാണ്. വാസ്തവത്തിൽ അങ്ങനെയാണോ കിഴക്ക്? ഇദ്ദേഹമൊക്കെ ഖുർആനെ അപ്ഡേഷൻ വരുത്താൻ തുടങ്ങിയ ഒരു കാലത്ത് ഇദ്ദേഹമൊക്കെയാണ് ഖുർആനെ ആനുകാലികമായും ശാസ്ത്രീയമായും വിശദീകരിക്കുന്നത് എങ്കിൽ മുസ്ലിം സമുദായത്തിന് അപമാനം ഇതിൽ കവിഞ്ഞ് വേറെ എന്ത് വേണം? 4 ദിക്കും നിർണിതമാണ്. ഇതാണ് ഉലമായിന്റെ അഭിപ്രായം, ഇതാണ് ലോകത്തിന്റെ അഭിപ്രായം. പോളറൈസ് എന്ന് പറയുന്ന ഒരു ധ്രുവനക്ഷത്രമുണ്ട്. ആ ധ്രുവനക്ഷത്രത്തിന്റെ ഭാഗമാണ് വടക്ക്. വടക്കിന്റെ ഓപ്പോസിറ്റ് ആണ് തെക്ക്. ഒരാൾ വടക്ക് ഭാഗത്തേക്ക് തിരിയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വലത് കൈയുടെ ഭാഗമാണ് കിഴക്ക്. ഒരാൾ വടക്ക് ഭാഗത്തേക്ക് തിരിയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇടത് കൈയുടെ ഭാഗമാണ് പടിഞ്ഞാറ്. ഇത് ഇന്ത്യയിലും അങ്ങനെയാണ്, അമേരിക്കയിലും ഇങ്ങനെയാണ്, ആഫ്രിക്കയിലും അങ്ങനെയാണ്, ചൈനയിലും അങ്ങനെ, ചാഡിലും അങ്ങനെ, 21ാം നൂറ്റാണ്ടിലും അങ്ങനെ, 1ാം നൂറ്റാണ്ടിലും അങ്ങനെ, BC-യിലും അങ്ങനെ, എന്നും അങ്ങനെ. എന്തുകൊണ്ട്? അറിവിന്റെ ഉറവിടം വഹിയാണ്. ലോകത്ത് ഈ നിർണയം മാറുന്നില്ല. വടക്ക് നോക്കി യന്ത്രമല്ലേ ഇറക്കുന്നുള്ളൂ. ഏത് കാലത്തും വടക്ക് ഭാഗം കണ്ടെത്താൻ എന്തൊക്കെ സൂത്രങ്ങളുണ്ട്? അറബ് ജ്യോതിശാസ്ത്രത്തിൽ അഭിപ്രായങ്ങൾ, ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ അഭിപ്രായങ്ങൾ, മോഡേൺ ആസ്ട്രോണമിയിൽ അഭിപ്രായങ്ങൾ. വടക്ക് നിർണിതമാണ്. വടക്ക് നിർണിതമാണെങ്കിൽ എല്ലാ ഭാഗവും നിർണിതമാണ്. ഏത് കുട്ടിക്കും അറിയില്ലേ, ഭൂമി സൂര്യൻ അഭിമുഖമായി കറങ്ങുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്കാണ് എന്നല്ലേ സ്കൂളിന്റെ പുസ്തകത്തിലുള്ളത്. ഇദ്ദേഹം എങ്ങനെയാ പറയാ? ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക്. കിഴക്കെന്ന് പറയുന്ന ഒരു ഭാഗമില്ല, ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 3ാം ക്ലാസ്സിലെ സ്കൂൾ പുസ്തകം എടുക്കാൻ പറ്റുമോ? DPP കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല വാസ്തവം. ഞാൻ നേരം കളയുകയല്ല. ഭൂമി സൂര്യൻ അഭിമുഖമായി കറങ്ങുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് ഭാഗത്താണ്. ഭൂമിയിൽ പകൽ ആരംഭിക്കുന്നത്, സൂര്യോദയം ആരംഭിക്കുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗം ആരംഭിക്കുന്ന ഏകദേശം റഷ്യയുടെ അപ്പുറത്തുള്ള കിരിബാത്തി എന്ന പ്രദേശത്തിൽ നിന്നാണ്. മുസ്തഫ മൗലവി മനസ്സിലാക്കണം, ആ കിരിബാത്തി മേഖലയിൽ പകൽ ആരംഭിക്കുന്നു, സൂര്യോദയം ആരംഭിക്കുന്നു. പടിഞ്ഞാറ് നിന്നും കിഴക്കിലേക്ക് ഭൂമി കറങ്ങുന്നു. സ്വാഭാവികമായി 24 മണിക്കൂർ കൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും വെയിലെത്തുന്നു, അല്ലെങ്കിൽ പകലെത്തുന്നു. ദിവസം ആരംഭിക്കുന്നു 24 മണിക്കൂർ കൊണ്ട്. അത് USA, അമേരിക്കയിലെ അലസ്കയിലൂടെ പോയി പസഫിക് മഹാസമുദ്രത്തിന്റെ ഗ്രീൻവിച്ച് രേഖയുടെ നേരെ ആന്റിപോഡൽ, മറുപുറത്ത് ഐഡിയൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ ചെന്ന് തീരുന്നു. 24 മണിക്കൂർ കൊണ്ട് ഭൂമി മുഴുവനും ദിവസമുണ്ടായി. കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നു, പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നു. ഇത് ഭൂമിയിലെ സംവിധാനമാണ്. പക്ഷേ ഇവിടെയാണ് വിശ്വാസപരമായൊരു ചോദ്യമുള്ളത്. ഈ സംവിധാനം ഇങ്ങനെ ആക്കിയത് സയൻസ് ആണോ? ഇങ്ങനെ ആക്കിയത് നാസയാണോ? ഇങ്ങനെ ആക്കിയത് ഖുർആൻ വിമർശകരാണോ? ആരുമല്ലല്ലോ. ഇങ്ങനെ ഭൂമിയെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് സൂര്യൻ അഭിമുഖമായി ചലിപ്പിക്കുകയും രാപ്പകൽ കൊണ്ടുവരികയും ചെയ്തത് അല്ലാഹു ആണെങ്കിൽ സ്വാഭാവികമായി ആ അല്ലാഹുവിന് ഭൂമിയെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് കറക്കാനും സാധിക്കണം. സ്വാഭാവികമല്ലേ? പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് സൂര്യൻ അഭിമുഖമായി സൂര്യനെ കറക്കുന്നത് അല്ലാഹുവാണ് എന്ന വാദം മുസ്തഫ മൗലവിക്കുണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലേ നിങ്ങൾ പറയണം.
സർവവേദ സത്യവാദത്തിന്റെ വകയായി ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ല അറിയില്ല. നിലവിലുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനോ അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾക്കോ ഉണ്ടെങ്കിൽ വളരെ ലളിതമായ ചോദ്യമാണ്. സ്വാഭാവികമായി പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് സൂര്യനെ കറക്കിയ റബ്ബിന് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്കും കറക്കാൻ പറ്റണ്ടേ? പറ്റുമ്പോഴല്ലേ അവൻ അള്ളാഹു ആകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ വാദം? പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് കറക്കാൻ ഞങ്ങളുടെ റബ്ബിന് കഴിയും. പക്ഷെ റബ്ബ് പാവാണ്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് കറക്കാൻ ഞങ്ങളുടെ റബ്ബിന് കഴിയില്ല എന്ന് പറയുന്നിടത്ത് ഈമാൻ 4 കഷ്ണമായില്ലേ കൂട്ടരെ? ഇതാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രാവബോധം, ഇതാണ് ശാസ്ത്രത്തെ കുറിക്കുന്ന അറിവ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. വിശുദ്ധ ഖുർആനിന്റെ മഹത്തായ വചനങ്ങളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതാണ് നേരത്തെ ഇവിടെ ഷെയ്ഖ് സാലിഹ് ഹുദ്ഹുദ് റഹിമു അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യാതിഥി. അദ്ദേഹം അവസാനം പറഞ്ഞല്ലോ, മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രധാനമെന്ന്. ഇവർക്കൊക്കെ സംഭവിച്ചത് അതാണ്, നമ്മുടെ പ്രസക്തിയും അതാണ്. ഇതിലൊക്കെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തെ, പ്രവാചകന്റെ മഹത്വത്തെ എങ്ങനെയാണ് അദൃശ്യപ്പെടുത്തുവാൻ സാധിക്കുക? അതിലാണ് ഇത്തരത്തിലുള്ള എല്ലാ പുത്തൻവാദികളുടെയും ഉത്സാഹം. അല്ലാ ദൈവം, പ്രപഞ്ചം, ശാസ്ത്രം, യുക്തി, അക്കാദമികത എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ്. പക്ഷെ അതിന്റെ ഇടയിലേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോൾ, ഷഫീഉന റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ, ആദരവായ റസൂൽ കരീം എന്ന് പറയുമ്പോൾ ഒരു ചേർച്ചക്കുറവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, റസൂലുള്ളാഹിനെ മാറ്റി വെക്കാം. ഇതെന്ത് ഇസ്ലാമാണ്? റസൂലുള്ളാഹി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോ ഹദീസ് നിഷേധിക്കുക എന്ന് പറയുന്ന ഏറ്റവും മുസ്ലിം സമുദായത്തെ എന്നും ഉണ്ടായിരുന്നു ഈ വിന, പുതിയതല്ല. ചേകനൂർ മൗലവിയുടെ വന്നപ്പോ ആദ്യം പൊതുസമൂഹത്തിന്റെ കൈയടി കിട്ടാനാണ് ശ്രമിച്ചത്. എന്താ പറഞ്ഞത്? നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നില്ലേ, പിന്നെ എന്തിനാ നികുതി? നല്ല വാദമല്ലേ? അപ്പോ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നു, നികുതി കൊടുക്കുന്നു, പിന്നെ എന്തിനാ സക്കാത്ത്? അദ്ദേഹത്തിന്റെ വാദം അതാണ്. സ്വാഭാവികമായി അവിടെ അന്നത്തെ ഒരു മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സിൽ നല്ല പ്രതിഫലനം ഉണ്ടാക്കും. മുസ്ലിം സമൂഹം നികുതി കൊടുക്കുന്നതിൽ അന്ന് ഈ വിവരാവകാശം ഒന്നും ഇല്ലല്ലോ, മനസ്സിലാവില്ലല്ലോ. സ്വാഭാവികമായി ക്യാമ്പയിൻ നടക്കും. മുസ്ലിം സമൂഹം നികുതി കൊടുക്കാൻ പിശുക്ക് കാണിക്കുകയാണ്. സർക്കാരിന് കൊടുക്കേണ്ട പണം കൊടുക്കാറില്ല, മറിച്ച് അവര് സർക്കാരിന് കൊടുക്കേണ്ട പണം മറ്റു സമുദായക്കാരെ അപഹരിക്കുമെന്ന് ഭയന്നും പേടിച്ചും കൊണ്ട് അവര് സക്കാത്തായി കൊടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് അന്നിവിടെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ പറയുക വഴി അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടി, ഹദീസിനെ നിഷേധിച്ചു. അബൂ ഹുറൈറ ഇദ്ദേഹം ഒരു വട്ടം കൂടി ആ പേര് പറയട്ടെ, CH മുസ്തഫ മൗലവി മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ തർലീൽ ജല്ലൽ നമുക്ക് കടമയല്ലേ? വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടതില്ലേ? അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടതില്ലേ? ഇസ്ലാമിക ആശ്ലേഷം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളുടെയും തൗബയാണ്. അത് മതി, വേറെയൊന്നും വേണ്ട. അങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇദ്ദേഹം എന്ത് മലിനമായ അസഭ്യമായ പദപരാമർശങ്ങളാണ് നടത്തുന്നത്? ഇദ്ദേഹത്തിന് ഇറങ്ങിയത് പോലെയുണ്ട് ഖുർആൻ. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ്, ബുഖാരി ഇമാം ജൂതനാണ്, മുസ്ലിം ഇമാം ജൂതനാണ് പറഞ്ഞില്ലേ ചേകനു? എത്ര അപകടകരമായ വാദമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത്, അതിനുശേഷമുള്ള സനദുള്ള ഉലമാഇന്റെ നാവിൽ നിന്ന്, ആ മംബയിൽ നിന്ന്, ആ മൻഷയിൽ നിന്ന്, ആ സ്രോതസ്സിൽ നിന്ന് പഠിക്കാത്തതിന്റെ വിനയാണിത്. എല്ലാം നിഷേധിക്കേണ്ടി വരും. ഇവിടെ CN അഹമ്മദ് മൗലവി വന്നപ്പോ അതാ സംഭവിച്ചത്. ഒരുപാട് ആളുകൾക്ക് അതാ സംഭവിച്ചത്. ആനുകാലികമായി വ്യാഖ്യാനിക്കുക അതൊരു സിൻഡ്രോമാണ്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ച് അവസാനം കുളിപ്പിച്ച് കുട്ടിയില്ലാതാവുക എന്നല്ലാതെ ആരെ സംതൃപ്തിപ്പെടുത്താനാണോ ഈ വെളുപ്പിക്കൽ, അവര് സംതൃപ്തിപ്പെടുന്ന പ്രശ്നമില്ല. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. അങ്ങനെ ഒരു ഇസ്ലാം ലോകത്ത് ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഹുബ്സ് ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺപിശാജ് പെൺപിശാജ് എന്ന് പറയുമ്പോൾ സഭയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കാം. ബാക്ടീരിയ എന്ന് പറഞ്ഞാലോ, വൈറസ് എന്ന് പറഞ്ഞാലോ അത് പൊതുസമൂഹത്തിന് സ്വീകാര്യാകും. അങ്ങനെ അത് വ്യാഖ്യാനിച്ചിട്ട് ആ പേരിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം വിമർശകൻ വിമർശനം നിർത്തിയോ? ഹദീസ് നിഷേധി ഹദീസിനെ കൊണ്ടോ? പുതിയ വ്യാഖ്യാനം പറയുമ്പോൾ വാസ്തവത്തിൽ അവർ ചിരിക്കുകയാണ്.
കാരണം അവരുടെ അജണ്ട കൊത്തിത ഇവർ ഇസ്ലാമിനെ മുറിച്ചിടുന്നു, തറച്ചിടുന്നു, കഷ്ണിക്കുന്നു, മാറ്റുന്നു, നീക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ നിന്ന് കൈമുട്ടി കടല കുറച്ച് ചിരിക്കുന്നുണ്ടാവും അവര്. നമ്മളെറിഞ്ഞ ആ കൊക്കയിൽ ചൂണ്ടയിൽ ഇവരിതാ കൊത്തിയിരിക്കുന്നു. നമ്മൾ മുറിച്ചിട്ട് വെളുപ്പിച്ചത് കൊണ്ട് ഒരാൾ വിമർശനം നടത്താനൊന്നും പോകുന്നില്ല. അബാബിയിൽ പറവകൾ വന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ മൗലവി തന്നെയാണ്, അദ്ദേഹം ആണത് എഴുതിയത്. എഴുതി അബാബിൽ പറവ എന്ന് പറയണ്ട, അത് മെറ്റാഫിസിക്കലാണ്. നമുക്ക് ചിക്കൻ ബോക്സ് എന്ന് പറയാം. അബ്രഹത്തിനെയും സംഘത്തെയും ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ വസൂരി പ്ലേഗ് പഠിച്ചിട്ടാണ് അള്ളാഹു നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മതി. നരകത്തിൽ നിന്ന് പ്രത്യേകം തീക്കനലുമായി പക്ഷി വന്നു എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസമുള്ള സമൂഹം സ്വീകരിക്കില്ല. ആ വ്യാഖ്യാനം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു അഭ്യസ്ത വിദ്യൻ, ആ കാലഘട്ടത്തിലെ ഒരു 10ാം ക്ലാസ്സുകാരൻ, ഒരു PDC-കാരൻ അപ്പേരൽ ഇസ്ലാമിന്റെ അകത്തേക്ക് വന്നോ? ഏതെങ്കിലും ഒരു വിമർശനം നിർത്തിയോ? ഇല്ല. ഇവിടെ യൂറോപ്യൻ ഗ്രന്ഥങ്ങൾ പിന്നീട് മലയാളത്തിലേക്ക് വന്നു. സിയാഉദ്ദീൻ സർദാറിന്റെ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, ഇസ്ലാം അറ്റ് ക്രോസ് റോഡ്സ്, ഒരുപാട് അദ്ദേഹം അസ്കർ അലി എഞ്ചിനീയറിന്റെ ഇസ്ലാം റീതിങ്കിങ്, ഒരുപാട് ഇസ്ലാമിനെ നവീകരിക്കാനുള്ള അധ്യാപനങ്ങൾ. താടി വെക്കേണ്ട, ഇവിടെ വന്നില്ല ആവാദം, എന്താ താടി വെക്കേണ്ടതില്ല? പ്രവാചകൻ താടി വെച്ചത് മലയാളത്തിൽ ഇന്നും നിലവിലുള്ള പുസ്തകത്തിലെ ഉദ്ധരണിയാണ്. പ്രവാചകൻ താടി വെച്ചത് മദീനയിൽ ക്ഷുരകക്കത്തിയും ക്ഷുരകക്കടയും കുറവായത് കൊണ്ടാണ്. ഇന്ന് സൂപ്പർ മാക്സിന്റെ ബ്ലേഡ് ഉണ്ട്, സലൂണുണ്ട്, ബാർബർ കടയുണ്ട്. ബാർബർ കടയില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിൽ താടി ഉണ്ടായത്. താടി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഫാഷനബിൾ ലൈഫ് നയിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഇസ്ലാമിനെ വെളുപ്പിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ, മുഴുവൻ വേണ്ട, അര ആണോ പെണ്ണോ ഇസ്ലാമിലേക്ക് വന്നോ? വിമർശനം നിർത്തിയോ? വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണ്ട, കൗൺസിലിംഗ് ഉണ്ടല്ലോ, മാറ്റം വരുത്തി. അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഹദീസ് എന്ന് പറഞ്ഞാൽ അവനവന്റെ താല്പര്യത്തിന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഹദീസ് ഒരു കാര്യം, ഹദീസ്, ഖുർആൻ, അത്തരം ഏത് പ്രമാണങ്ങളാണെങ്കിലും അതൊന്നും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്നവർ ഈ ഖുർആനിന് വ്യാഖ്യാനം പറയുന്നത് നിഘണ്ടുവിൽ നിന്നാണ്, ഡിക്ഷണറിയിൽ നിന്നാണ്. അവിടെയാണ് ഇരുത്താക്കിന്റെ പ്രസക്തിയുള്ളത്. അറബ് ഭാഷ അറിയുന്നവർക്കും നിഘണ്ടു കൈവശമുള്ളവർക്കും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയുന്നവർക്കും ഫത്വ കൊടുക്കാൻ പാകതയുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. അതും ഇവിടെ തുടങ്ങിയത് ഒരു പക്ഷേ ഈ ഉലമായിനെ മുതഅല്ലിമീങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ, അതും ഇവിടെ തുടങ്ങിയത് ചെകനൂര് തന്നെയാണ്. അതും അദ്ദേഹം തന്നെയാണ് തുടങ്ങിയത്. ബാക്കിയാത്തിൽ നന്ദിയിലെ ഞങ്ങളുടെ ഏത് ഉസ്താദാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഉസ്താദിന്റെ നസീഹത്തിൽ ഞാൻ കേട്ടതാണ്. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും പല ഉസ്താദുമാരുടെ നാവിൽ നിന്നും പ്രസംഗത്തിൽ നിന്നുമൊക്കെ. ചേകനൂർ അവിടെ ബാക്കിയാത്തിൽ ഗസ്റ്റ് ഹൗസിൽ പുകവലിച്ച് കടന്നതിന്റെ പേരിൽ പിടിക്കപ്പെട്ട സമയത്ത്, ചേകനൂർ മുതഅല്ലിമായ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചതാണത്രേ, നീ എന്താണ് വല്ലാത്ത പണി ചെയ്തു, ഇവിടെ ഗസ്റ്റ് ഹൗസിൽ സമ്മതമില്ലാതെ എന്തുകൊണ്ടാണ് ഉറങ്ങിയത്? അതിന് ചേകനൂർ ഉസ്താദിന് കൊടുത്ത മറുപടി, ഉസ്താദെ നിങ്ങൾ അൽഫി ഓതിയിട്ടില്ല എന്നായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങലും അൽഫിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? തർക്കട്ടില്ല. ഫതുഹുൽ മുഈൻ ഓതിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് മസലെങ്കിലും ഉണ്ടെന്ന് കരുതാം. അൽഫിയ എന്ന് പറഞ്ഞ അറബ് വ്യാകരണ നിയമമല്ലേ? ഉസ്താദ് ചോദിച്ചു, അൽഫിയയിൽ അങ്ങനെ ഉറങ്ങാന്നുണ്ടോ? അദ്ദേഹം ബൈത്ത് പാടി തെളിയിച്ചു കൊടുത്തു. നിഘണ്ടുവാണ് തെളിവ്. ഏതായിരുന്നു ആ ബൈത്ത്? മുഅറബ് മബ്നിയിലെ തുടങ്ങുന്ന വകുല്ലു ഹർഫിൻ മുസ്തഹിഖുൽ ലിൽ ബിനാ വല്ലസ്ലു ഫിൽ മബ്നി അൻയു സക്കന. അതാണ് തെളിവ്. സഹിച്ചു. അതിലിപ്പോൾ എന്താ ഉള്ളത്? അതിൽ ഹർഫൊക്കെ മബ്നിയാണ്. മബ്നിന്റെ അടിസ്ഥാന നിയമം ഒടുവിൽ സുക്കൂൻ ആവലാണെന്നല്ലേ ഉള്ളൂ. ചേകനൂർ പറഞ്ഞു, ഉസ്താദ് ഡിക്ഷണറി എടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. വകുല്ലു ഹർഫിൻ, ഹർഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക എന്നല്ലേ ആണ്, ലഗവിയായ ഇഷ്ടിക എന്നാണ്. ഹർഫ് കൊണ്ടാണ് ഭാഷ ഉണ്ടാക്കുന്നത്, ഇഷ്ടിക കൊണ്ടാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്. കെട്ടിടം ഭാഷയാണ്. അങ്ങനെ ഒരു തശ്ബീഹാണ് അവിടെ. ആ ഇസ്തിയാറത്താണ് വാസ്തവത്തിൽ ഹർഫ് എന്നുള്ള വാക്ക്. അപ്പൊ സ്വാഭാവികമായി വകുല്ലു ഹർഫിൻ, എല്ലാ ഇഷ്ടികയും എല്ലാ കട്ടയും, മുസ്തഹിക്കുൻ അതിന് വേണ്ടത്, അത് അവകാശപ്പെട്ടതാണ്. ലിൽ ബിനാ, ബിനാ എന്ന് പറഞ്ഞാൽ എടുപ്പ് എന്നല്ലേ, കെട്ടിടം കെട്ടുക. മബിന എന്ന് പറഞ്ഞാൽ പാർപ്പിടം എന്നാണ്. അപ്പൊ വകുല്ലു ഹർഫിൻ മുസ്തഹിക്കുൻ ലിൽ ബിനാ, ഇഷ്ടിക കെട്ടിടം മുറിയുണ്ടാക്കാനാണ്. വൽ അസ്ലു ഫിൽ മബ്നി, അസ്ൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ നിയമം. മബ്നി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കെട്ടിടം. അപ്പോൾ ഒരു മുറി ഉണ്ടാക്കിയാൽ പിന്നെ അടിസ്ഥാനപരമായ നിയമം അന്യുസക്കന. സക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു, മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്. അന്യുസക്കന അവിടെ ഇങ്ങനെ ഹറാബായി
എന്താണ് അതിൽ തെറ്റ്? വളരെ കറക്റ്റ് അല്ലേ? ഇത് ഇന്നത്തെ കാലമാണെങ്കിൽ എഴുതി വെച്ചോ, സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കും, ചാനൽ ചർച്ച വരും, അനുമോദനം കിട്ടും. ഈ പറഞ്ഞ കുട്ടിക്ക് വീടില്ലെങ്കിൽ വീടും കെട്ടിക്കൊടുക്കും, വാഹനവും വാങ്ങിക്കൊടുക്കും, ഉപരിപഠനം ഏറ്റെടുക്കുകയും ചെയ്യും. ഒക്കെ സംഭവിക്കും. കാരണം അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുബോധം ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്നത്തത് അങ്ങനെയല്ല. അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. എന്നാ ഉസ്താദ് ചില്ലറക്കാരനാണോ? ഉസ്താദ് അത്രയും ചില്ലറക്കാരനല്ല. അതേ രജിത വൃത്തത്തിൽ തലക്ഷണം ബിലർത്തിജാൽ ഉസ്താദ് എന്താ പറഞ്ഞു? വകുല്ലു ഖൽഖിൻ മുസ്തഹിഖുൽ ലിൽ ഫനാ വൽഅസ്ലു ഫിൽ ഇൻസാനി അൻ യുദഫനാ. അടിപൊളി. എന്താ അപ്പറഞ്ഞതിന് അതേ രജിസിൽ വകുല്ലു ഖൽഖിൻ, ഏത് മനുഷ്യനും മുസ്തഹിഖുൽ ലിൽ ഫനാ, നിങ്ങൾ വലിയ നിഗളിക്കണ്ട, മുസ്തഹിഖുൽ ലിൽ ഫനാ, നശിച്ചു പോകാനുള്ളതാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ, ധിക്കാരം കാണിക്കുമ്പോൾ ഓർമ്മ വേണം, മരിച്ചു പോകുമെന്ന ഓർമ്മ വേണം. വൽ അസ്ലു ഫിൽ ഇൻസാൻ, അൽ ഇൻസാൻ, താങ്കളുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ നിയമം, അസലിയായ നിയമം, അൻയുദുഫന. ഇതിന്റെ മലയാളം സാധാരണക്കാർ മനസ്സിലാക്കണ്ട. അൻയുദുഫന ഉസ്താദുമാർക്കറിയാം. അതാണ് പിന്നീട് സംഭവിച്ചത്. എല്ലാവരും ദഫൻ ചെയ്യപ്പെടും. പക്ഷെ ഇതിന് വല്ലാത്ത വാക്കാണ്. വൽ അസ്ലു ഫിൽ ഇൻസാനി അൻ യുദ്ഫന. എന്താ ഉണ്ടായത്? അതാണ് ഉണ്ടായത്. അത് നിയമപരമായി തെറ്റാണ്. മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ നിയമം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പാതകം ചെയ്തുവെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്നവരാണ്, രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നവരാണ്, പൗരബോധത്തെ ബഹുമാനിക്കുന്നവരാണ്, നേതൃത്വത്തെ ബഹുമാനിക്കുന്നവരാണ്, ഇവിടെയുള്ള മതസൗഹൃദത്തെ, മാനവികതയെ ബഹുമാനിക്കുന്നവരാണ്. ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സർവവേദ സത്യവാദത്തെ നമ്മൾ എതിർക്കുന്നത് മറ്റു സമുദായക്കാരോട് വിയോജിപ്പുള്ളത് കൊണ്ടല്ല. നമ്മുടെ വിശ്വാസം ഹിന്ദു സമൂഹം, സ്നേഹധന്യരായ ഹിന്ദു സഹോദരി സഹോദരന്മാർ ഹിന്ദുക്കളായിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത്. സ്നേഹധന്യരായ ക്രൈസ്തവ സഹോദര സഹോദരിമാർ ക്രൈസ്തവരായിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത്. മതമില്ലാത്ത നാസ്തികരും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്തകരും പ്രകൃതിവാദികളും ഒക്കെ ഇവിടെ അവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇസ്ലാം അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭംഗി. അതാണ് ആ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ നാനാത്വങ്ങളും കൂടി ഒരു കൂട്ടിക്കുഴച്ച ഒറ്റപ്പായസമാക്കാം എന്ന് പറയുന്ന ആ സങ്കല്പവും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അത് ഖുർആന്റെ ചെലവിൽ വേണ്ട എന്നേ നമുക്ക് പറയാനുള്ളൂ. വേറെയൊന്നും അതേ സംബന്ധിച്ച് ജനാധിപത്യമായ രാജ്യത്ത് ആർക്കും എന്തും പറയാവുന്നതേ ഉള്ളൂ. ആ അവകാശത്തെ നമ്മളെല്ലാം ബഹുമാനപൂർവ്വം അംഗീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ അതിനെ സമീപിക്കുമ്പോഴും അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും ഒരു ഉത്തരവാദിത്ത ബോധം കാണിക്കണം. തോന്നിയതുപോലെ പറയാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഉലമാഇന്റെ മഹത്തായ മൻഹജ്, അതാണ് ശരി എന്ന് അനുദിനം മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ്, കാര്യങ്ങളാണ് എങ്ങും ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സർവ്വതല സ്പർശിയായ സൗന്ദര്യം, അതിന്റെ ഭംഗി, അതിന്റെ അഴക്, അതിന്റെ പൂർണ്ണത നമ്മൾ ഓരോരുത്തരുമായി പഠിച്ച് പറഞ്ഞ് പ്രബോധനം ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെയാവുക, കാവലാളാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.